മൈലാപ്പൂരിലെ അത്ഭുത കുരിശ്. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി തന്നെ തന്നെ ദൈവപിതാവിന് സ്വയം ബലിവസ്തുകയാകുകയും എന്നാൽ മൂന്നാം ദിവസം മഹിമപ്രതാപത്തോടെ ഉയിർത്തെഴുന്നേറ്റ് ദൈവപിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നുവെന്ന സന്ദേശം ലോകത്തോട് പ്രഘോഷിക്കാൻ ശിഷ്യഗണത്തോട് യേശു ആഹ്വാനം ചെയ്തു. മരിച്ചവൻ ഉയിർത്തെഴുന്നേറ്റു എന്ന സദ്വാർത്തയാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. ഈ സന്തോഷവാർത്ത ദുഃഖത്തിന്റെ വാർത്തയല്ല, സന്തോഷത്തിന്റെ വാർത്തയാണ്. അതാണ് പുഷ്പിണിയായ മാർത്തോമാ കുരിശ് പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകൾ രക്ഷണീയമാണെന്നും ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടാകുമെന്നും കുരിശിനൊപ്പം ഉയർപ്പുമുണ്ട് എന്നൊക്കെയുള്ള സന്ദേശമാണ് മാർത്തോമാ കുരിശ്. യേശുവിന്റെ സഹനത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ കുരിശുകൾ എത്ര ലഘുവാണ്. വിശുദ്ധ മെറ്റിൽഡായ്ക്കും വിശുദ്ധ ബ്രിജിറ്റിനും തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് യേശു തന്നെ നൽകിയ ദർശനം അവർ കുറിച്ചു വയ്ക്കുന്നത് ഇപ്രകാരമാണ്. ആയുധധാരികളായ 2150 പടയാളികൾ, തലയിൽ 150 പ്രഹരങ്ങൾ, 180 പ്രാവശ്യം മാറി മാറിയുള്ള തുപ്പൽ, 6666 അടികൾ, അതിൽ 110 എണ്ണം തലയിൽ, 72 മുള്ളുകളുള്ള മുൾക്കിരീടം, അതിൽ 3 എണ്ണം കണ്ണുകൾ വരെ ആഴ്ന്നിറങ്ങി, ശരീരത്തിൽ മൊത്തം 1000 മുറിവുകൾ. കുരിശിൽ കിടക്കുമ്പോൾ നിന്ദിച്ച് കടന്നുപോയത് 1008 പേർ. നമുക്ക് വേണ്ടി ചിന്തിയത് 28,430 തുള്ളി രക്തം. പക്ഷേ ഇതെല്ലാം ഏറെ സന്തോഷത്തോടു കൂടിയാണ് യേശു ഏറ്റെടുത്തത്. കാരണം ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ ആഴം ഇതിലൂടെ യേശു കാണിച്ചു തരുന്നു.